വെറും 9 രൂപ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങളുടെ വീടോ ഓഫീസോ ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട്. ഇതൊരു ഡിസൈനാണ്, നല്ല നല്ല ഡിസൈൻസ് ആണ്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഡിസൈൻസ് ആണ്. ഇത് ഫ്ലവറിന്റെ വേറൊരു ഡിസൈനാണ്. ഇവിടെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ. ഇങ്ങനത്തെ കബോർഡിലും നിങ്ങൾ ലേ ചെയ്ത് വെക്കാം. അടിപൊളി അടിപൊളി. ഹലോ, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് കോയമ്പത്തൂരിലെ സിംഗനല്ലൂരിലേക്കാണ്. എന്നോട് മുന്നേ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഇന്റീരിയർ വാൾ ഡെക്കറേഷൻ ഐറ്റംസ്. ഒരുപാട് നല്ല കിഡിലൻ പ്രോഡക്റ്റുകൾ ചെയ്യുന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ അടുത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇവരുടെ അഡ്രസ്സ് അതുപോലെ തന്നെ ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുക്കും. ഇത് കണ്ടില്ലേ, നല്ല കിഡിലൻ ഇന്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസ്, അതായത് വാൾ ഡെക്കറേഷൻ ഐറ്റംസ് നമുക്ക് തന്നെ സ്വയം ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വേറൊരു പണിക്കാരുടെ ഒന്നും ആവശ്യമില്ലതാ. ഇത് കണ്ടില്ലേ, ഇത്തരത്തിലുള്ള നല്ല കിഡിലൻ വാൾ ഡെക്കറേഷൻ ഐറ്റംസ് നമുക്ക് തന്നെ ഇത് റിമൂവ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഒരുപാട് പ്രോഡക്റ്റുകൾ. ഇവരുടെ ഓഫീസിൽ വിരിച്ച ഐറ്റമാണിത്. നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കറന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി ഇവിടെ നിന്നും പ്രോഡക്റ്റുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇവിടെയുള്ള പ്രോഡക്റ്റുകളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമറുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ ഇവിടുന്ന് ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് ഷിപ്പ് ചെയ്യും. അതിൻ്റെ പ്രോഫിറ്റ് ഇവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു സ്ഥാപനത്തില് സനീഷ് ബ്രോ നമ്മളുടെ കൂടെ ഉണ്ട്. സനീഷ് ബ്രോ എന്തൊക്കെയാണ്? സുഖല്ലേ? നമ്മള് കഴിഞ്ഞ വീഡിയോയില് പിന്നെ മൊബൈൽ ആക്സറീസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പുതിയ ബിസിനസ് ആണ് അല്ലേ? ഓക്കെ, നമ്മളുടെ സ്ഥാപനത്തിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക. പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് നോക്കിയാൽ മഹാലക്ഷ്മി എന്റർപ്രൈസസ്, മൈ ഇന്റീരിയേഴ്സ് എന്ന് പറയും. ഇവിടേക്ക് വരാനുള്ള വഴിയും അതുപോലെ തന്നെ അഡ്രസ്സും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഷോപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂർ സിംഗാനൂർ ഉളവസന്തി ഓപ്പോസിറ്റിലാണ്. അത് നേരെ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇതൊക്കെ നിങ്ങൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഉളവസന്തി എന്ന് പറയുന്നത് ഇവിടെയുള്ള മാർക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇറങ്ങി വരുന്ന ആളുകൾക്ക് ബസ് കിട്ടൂല്ലേ? ബസ്സൊക്കെ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ ബസ് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് കാണിക്കാൻ പോകുന്നത്? പുതിയ ബിസിനസ് നോക്കിയാൽ നിങ്ങൾക്ക് വാൾ സ്റ്റിക്കേഴ്സ് നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ നിറയെ ടൈപ്പ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് നോക്കിയാൽ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് 9 രൂപ തൊട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള നല്ല കിഡിലൻ വാൾപേപ്പേഴ്സ് ആണ്. വെറും 9 രൂപക്ക് ഒരുപാട് നല്ല കിഡിലൻ വാൾപേപ്പേഴ്സ്. നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ബഡ്ജറ്റ് ആയിട്ട് നിങ്ങളുടെ വീടോ ഓഫീസോ ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല കിഡിലൻ വാൾപേപ്പേഴ്സ് ആണ്. വെറും 9 രൂപ മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. കണ്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സനീഷ് ബ്രോ, വാൾപേപ്പറിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അല്ലേ? നമുക്ക് പ്ലെന്റി ഓഫ് ഡിസൈൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ. ഇത് ശരിക്കും വേറൊരു ജോലിക്കാരന്റെ ആവശ്യമില്ല, നമുക്ക് സ്വയം വിരിക്കാൻ പറ്റും. അതെ, ഒരുപാട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാലും മാക്സിമം ഒരു ദിവസത്തോട് ഈ സെൽഫ് അഡ്ജസ്റ്റീവ് ഷീറ്റ് വെച്ച് നമ്മൾ ഒരു റൂമോ ഒരു വീട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 9 രൂപ മാത്രമേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ്. 9 രൂപ മാത്രം. ഹോൾസെയിൽ മാത്രം. റീറ്റെയിലിന് ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ഇതുണ്ടാവും. ഇതിപ്പോ ഹോൾസെയിൽ പ്രൈസ് ആണോ 9 രൂപ നമ്മൾ പറയുന്നത്? ഈ ഒരു വാൾപേപ്പറിൽ ശരിക്കും 3 സൈസ് വരുന്നുണ്ട്. 3 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ. 3 മീറ്റർ ശരിക്കും നമുക്ക് 15 സ്ക്വയർ ഫീറ്റ് വരെ കവർ ആവും. 5 മീറ്ററിൽ വരുന്നത് നമുക്ക് 25 സ്ക്വയർ ഫീറ്റ് വരെ കവർ ആവും. 10 മീറ്റർ വരുന്നത് നമുക്കൊരു 50 സ്ക്വയർ ഫീറ്റ് വരെ കവർ ആവും. 10,000 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ കാറ്റലോഗ് നിങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് മെയിൻലി ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്, റീറ്റെയിൽ കസ്റ്റമേഴ്സിന്. ഓക്കെ ഓക്കെ. ഇത് കണ്ടോ, ഇത്തരത്തിലുള്ള ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 10,000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇത്തരത്തിലുള്ള കാറ്റലോഗുകൾ അയച്ചു തരും. അല്ലാതെ ഇങ്ങനെ ബുക്കിൽ വരുന്ന കാറ്റലോഗ് ഉണ്ട്. ഇത് ഡിജിറ്റലാണ്, നമുക്കിതിൻ്റെ ഫോട്ടോ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാറ്റലോഗ് ഫ്രീ ആയിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. ഇനിയിപ്പം B2C, അതായത് റീറ്റെയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റീറ്റെയിൽ പ്രൈസിന് ഇവിടുന്ന് സാധനം കൊടുക്കും. ഹോൾസെയിൽ പ്രൈസ് നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലേ? നേരത്തെ പറഞ്ഞത് മൊത്തം ഹോൾസെയിൽ പ്രൈസ് ആണ്. റീറ്റെയിൽ പ്രൈസ് കുറച്ച് കൂടും. ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ചോയ്സ് ആണ് അല്ലേ? അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിന്റെയൊക്കെ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ഷിപ്പ് ചെയ്യില്ല, കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും. ഇതിന്റെ കാറ്റലോഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് ഇതിന്റെ കാറ്റലോഗ് ജസ്റ്റ് ഒന്ന് കാണട്ടെ. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മളിപ്പോ
പിന്നെ ആ ഒരു ബോക്സിനടുത്ത് കൊട്ടി കാണിച്ചല്ലോ, ഞാൻ അത്രയും ഡിസൈൻസ് കാണിക്കേണ്ടിയിട്ടാണ്. നമ്മളാകെ 2 ബോക്സ് മാത്രമേ ചെരിച്ച് കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല ഡിസൈൻസ് വാൾപേപ്പേഴ്സിന്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെ കിഡ്സിനും മഹാലക്ഷ്മി എന്റർപ്രൈസസിൽ അവൈലബിൾ ആണ്. എങ്ങനെ കിഡ്സിനും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഇതാ കിഡ്സിന്റെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് വേറൊരു പാറ്റേൺ ആണ്, ഇത് വേറൊരു ഡിസൈൻ ആണ്. ഇതാ ഈ ഒരു കാറ്റലോഗ് മൊത്തം വാൾപേപ്പേഴ്സിന്റെ ഐറ്റംസ് ആണ്, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താണ് കാണിക്കാൻ പോകുന്നത്? അടുത്ത ഇതിന്റെ അഡ്വാൻസ് വരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി തിക്നെസ് കൂടിയ ഐറ്റംസ് ആണ് അല്ലേ? ഇത് കണ്ട സുഹൃത്തുക്കളെ, നമ്മൾ വാളിൽ ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫോം പാനൽസ് ആണ്. ഇതും ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ, എൻ്റെ കൈയുടെ ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടോ, കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. ഇതെങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? ഫോം പാനൽസ് ഒക്കെ നോക്കിയാൽ സ്ക്വയർ ഫീറ്റ് 21 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് 21 rupees സ്റ്റാർട്ട് ചെയ്യും ഫോം പേപ്പേഴ്സ്. ഇതിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളർ ചാർട്ടുകൾ അവൈലബിൾ ആണ്. സ്വയം ചെയ്യാൻ പറ്റും. ഇതും സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബിലോ 40 വരെയും നമ്മുടെ ഫോം പാനൽ ഉണ്ടാവുള്ളൂ. ബിലോ 40 വരെയും ഫോം പാനൽസ് അവൈലബിൾ ആണ്. സ്ക്വയർ ഫീറ്റ് 21 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 21 rupees സ്റ്റാർട്ട് ചെയ്യുന്നതാ ഇത്തരത്തിലുള്ള നല്ല കിഡ്ലൻ ഫോം പാനൽസ്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഈ ഒരു ബാക്കിലുള്ള ഈ ഒരു ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം സ്റ്റിക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതെ, ഹാർഡ് ഗം ആയിരിക്കും അല്ലേ? ഹാർഡ് ഗം ആയിരിക്കും. ഇതിലും നിങ്ങൾക്ക് 4mm, 6mm, 8mm 3 ടൈപ്പ് തിക്നെസ് ഉണ്ട്. ഇതിൽ തന്നെ 3 ടൈപ്പ് തിക്നെസ് വരുന്നുണ്ട്. ഇത് 4mm വരും, 6mm നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പിൽ വരും. ഇത് നമ്മളിപ്പോ കണ്ടത് 4mm തിക്നെസ് ഉള്ളതാണ്. ഇത് 6 ആണ് അല്ലേ? അത് കുറച്ചുകൂടി തിക്നെസ് കൂടുതലുണ്ട്. 8mm നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പിൽ വരും. ഇതാ 8mm ആണെങ്കിൽ ഇതാ കുറച്ചുകൂടി തിക്നെസ് കൂടി. ഇത് കണ്ടോ, ഇതൊരു ഡിസൈനാണ്, ഇത് വേറൊരു ഡിസൈനാണ്. ഇതൊരു ഗോൾഡൻ കളറുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ, റെഡ്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതാ നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ബി സീരീസ് വരും. എ സീരീസ് ബി സീരീസ് എന്ന് വെച്ചാൽ എ സീരീസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിരിക്കുന്നത് എ സീരീസ്. അങ്ങനെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബി സീരീസ്. ബി സീരീസ് ഡിസൈൻസ് കൂടി വരും. അതെ, മൾട്ടി ഡിസൈൻസ് വരുന്നത്. ഇത് കണ്ടോ, ഇത് മൾട്ടി ഡിസൈൻസിൽ വരുന്ന ഫോം പാനൽസ് ആണ്. നിങ്ങളുടെ ഓഫീസോ വീടോ പിന്നെ ഇപ്പം യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോസൊക്കെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യേണ്ടി വരും. അത്തരക്കാർക്കൊക്കെ നല്ലൊരു ചോയ്സാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ. ഇതൊക്കെ ശരിക്കും നിങ്ങൾക്കൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ആശയമാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇവരുടെ പ്രോഡക്റ്റിൻ്റെ കാറ്റലോഗ് ഒക്കെ വാങ്ങിച്ചു വെച്ചതിന് ശേഷം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നും ഓർഡർ എടുക്കുക. ഓർഡർ എടുത്തതിന് ശേഷം ആ ഒരു ഓർഡർ നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെ ഇവർ കസ്റ്റമറിലേക്ക് ഷിപ്പ് ചെയ്യും. അതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് രീതി. ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിൻ്റെ വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ ഇവരുടെ അടുത്തു നിന്നും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കറൻ്റ്ലി കുറച്ചുകൂടി ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി പ്രോഡക്റ്റിൻ്റെ കാറ്റലോഗ് അപ്ഡേഷനൊക്കെ കൊടുത്തിട്ട് അതുവഴി ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ബിസിനസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബിസിനസ് ആശയം കൂടിയാണ്. ഇതിലിപ്പം എ കാറ്റഗറി ബി കാറ്റഗറി 2 ടൈപ്പ് ആണല്ലേ ഉള്ളത്? സി ടൈപ്പ് 3 ടൈപ്പ് കാറ്റഗറി ഉണ്ട്. ഇപ്പൊ സി ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നിൽ അലുമിനിയം ഫോയിൽ ഉണ്ടാവും. സി ടൈപ്പ് ആണിത്. ഇതൊക്കെ സി ടൈപ്പ് ആണ്. ഡിസൈൻസ് ഒക്കെ കുറച്ച് എംബോസ്ഡ് ആയിട്ടുണ്ടാവും. അത് ശരി. പിന്നിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സി സീരീസിൽ നോക്കിയാൽ പിന്നിൽ അലുമിനിയം ഫോയിൽ ഉണ്ടാവും. ബാക്കിൽ അലുമിനിയം ഫോയിൽ ഉണ്ടാവും. അതെന്തിനാണ് ചെയ്യുന്നത്? ഇപ്പോൾ സപ്പോസ് നമ്മൾ ഹോൾ എന്തെങ്കിലും അറിയാണ്ട് ഫയർ കൊണ്ടാൽ നിങ്ങൾക്ക് പിന്നെ സ്പ്രെഡ് ആവില്ല. അപ്പം ഫയറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഇത് കണ്ടോ, ബാക്കിൽ അലൂമിനിയം ഫോയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾക്കിവിടെ തീ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നിൽ മറ്റേ അലുമിനിയം ഫോയിൽ കൊണ്ടിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആവും. സ്പ്രെഡ് ആവില്ല. കിച്ചണിൽ സ്റ്റവ് ഏരിയയിൽ വെക്കാൻ പറ്റില്ല. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ വെക്കാൻ പറ്റും. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. ഇതൊരു ഡിസൈനാണ്, നല്ല നല്ല ഡിസൈൻസ് ആണ്. ഇത് വേറൊരു ഡിസൈനാണ്, ഇത് വേറൊരു ഡിസൈനാണ്. ഇതൊക്കെ 21 തന്നെയാണോ പ്രൈസ്? അല്ലെങ്കിൽ 39 വരും. 39. ഇത് കണ്ടോ, 39 വരുന്ന നല്ല കിഡ്ലൻ വാൾ ഡെക്കറേഷൻ പാനൽസ് ആണ്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഡിസൈൻസ് ആണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്. ഇത് വേറൊരു ഡിസൈനാണ്. ഇത് ഫ്ലവറിൻ്റെ വേറൊരു ഡിസൈനാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ വേറൊരു ഡിസൈനാണ്. ഇവിടെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം. ഇവിടെ വേറൊരു നല്ലൊരു റോസ് കളറുള്ള ഫ്ലവറിൻ്റെ ഡിസൈനാണ്. ഇവിടെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈന്. ഒരുപാട് നല്ല കിഡ്ലൻ വാൾ പാനൽസ് കണ്ടോ.
ഇനി ഇതിലിപ്പോ 3 കാറ്റഗറി A B C അതിൽ തന്നെ 3 തിക്നെസ് ഉണ്ട്. ഒന്നും നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പ്രൈസിന്റെ വേരിയേഷൻ ഈ വീഡിയോയിൽ എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പോ ശരിക്കും അവര് നിങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ പ്രോഡക്റ്റിന്റെ കാറ്റലോഗ് അയച്ചു കൊടുക്കും. വാട്സാപ്പിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ കാറ്റലോഗ് അയച്ചിടും. അവർക്ക് എന്ത് ഫോമിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരെപ്പോൾ വേണമെങ്കിൽ ഷോപ്പ് ടൈമിംഗ് വന്ന് 10 to 7 ആണ്. അതിനുള്ളിൽ എത്ര വർഷം വേണമെങ്കിൽ അവർ വിളിക്കുക, ആ ഡൗട്ട് അവർ ക്ലാരിഫൈ ചെയ്യുക. നിങ്ങളിത് കണ്ടോ, ഇതൊക്കെ ശരിക്കും ഇറ്റാലിയൻ മാർബിളൊക്കെ വിരിച്ച ആ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടൈപ്പിലുള്ള ഷീറ്റുകളാണ്. ഇത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് സനീഷ് ബ്രോ? ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് 46 രൂപ വരും. 46 ആണ്. 46 റുപ്പീസിൽ വരുന്ന നല്ല കിഡ്ലൻ ഷീറ്റുകളാണ്. ഇതൊക്കെയാണ്. ഇത് ഫോം അല്ലല്ലോ അല്ലേ? ഇത് ഫോം അല്ല, ജസ്റ്റ് ഇങ്ങൊരു സെൽഫ് അഡ്ജസ്റ്റ് ഷീറ്റ് പോലെ വരും. ഓക്കെ. ഡിസൈൻസ് ഇപ്പോ 4 ഡിസൈൻസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. 4 ഡിസൈൻസ്. അവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിപ്പോ നിങ്ങള് ഫസ്റ്റ് കാണുന്ന സമയത്ത് ഇത് പ്ലെയിൻ ആണ്. അതൊന്ന് തുറന്ന് കാണിച്ചേ. ഇത് കണ്ടോ, അടിപൊളി. ഇതാ ഇങ്ങനെ നമുക്ക് റൂമൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ അന്ന് അടച്ചേ ഫുൾ അത് കണ്ടോ, ഒന്നും അറിയില്ല. സനീഷ് ബ്രോ പുറത്തേക്ക് വന്നോളൂ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്താണ് കാണിക്കാൻ പോകുന്നത്? അടുത്തത് നിങ്ങൾക്ക് ഈ ഫോം ടൈപ്പിലും ഇങ്ങനത്തെ റൂം സെറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റോർ റൂം നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ളും കവർ ചെയ്യണം. പക്ഷെ അത് സ്റ്റോർ റൂം ആണെന്ന് ആരും നോക്കാൻ പാടില്ല. പഠിച്ചാൽ ആ ഫോം ടൈപ്പിലും നിങ്ങൾ ഇങ്ങനത്തെ ഇതും അങ്ങനെ ചെയ്താണ്. ഇത് ശരിക്കും ഞാൻ മനസ്സിലാവുന്നില്ല തീരെ. അടിപൊളി. ഇത് കണ്ടോ, ഇങ്ങനെ ഫോം ടൈപ്പിലും നമുക്ക് നമ്മൾ നേരത്തെ അത് ചെയ്ത രീതിയിൽ തന്നെ ഇതും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഏരിയ അനുസരിച്ച് നിങ്ങൾ അത് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ഏത് ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും അതാണ്. ഇതെന്താണ് ഐറ്റം? ഇത് കുറച്ച് ഹാർഡ് ആണല്ലോ. PU സ്റ്റോൺ വരുന്നത്. PU സ്റ്റോൺ അല്ലേ? ഇതാണ് ഐറ്റം. ഇത് സ്റ്റിക്ക് ചെയ്യുന്നതല്ല. ഇത് സ്റ്റിക്ക് ചെയ്യണതല്ല, നിങ്ങൾ ഇത് ഗം വെച്ച് ഒട്ടേണ്ടി വരും. ഹീടെക്സ് ഗം വെച്ച് നിങ്ങൾ ലേ ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ നിങ്ങൾ ലേബേഴ്സ് വെച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ലേബേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് വരുന്നത്? സ്ക്വയർ ഫീറ്റ് 310 രൂപ വരും. 310 രൂപ. ഇത് കുറച്ചുകൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആണ്. ഇത് ശരിക്കും നമുക്ക് വീടിന്റെ പുറത്ത് വാളിലൊക്കെ ചെയ്യാൻ പറ്റും, അതിലൊക്കെ അല്ല. ഇത് ഫുൾ ആൻഡ് ഫുൾ ഇന്റീരിയർ മാത്രമാണ്. എക്സ്റ്റീരിയർ പറ്റില്ല. അത് ശരി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് വീടിന്റെ ഉള്ളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ല, ഇവിടെ വിരിച്ച് കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള കളർ ചാർട്ട് കണ്ടോ. ഇതിന്റെ ഒരു ഡിസൈൻ നമ്മൾ ആ ഒരു സ്റ്റോണ് ലേ ചെയ്ത പോലെ ഉണ്ട് അല്ലെ? സ്റ്റോണ് വാളിൽ ഇത് ചെയ്ത പോലെ ഉണ്ട്. ബ്ലാക്ക് ഫുള്ളും കവർ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലാക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സ്റ്റൈലാണ് വരിക. അടിപൊളി. ഇതിന് എത്ര പറഞ്ഞ? 310 രൂപ. സ്ക്വയർ ഫീറ്റ് 310. ഓക്കെ. ഇതിപ്പോ ഹോൾസെയിൽ റേറ്റ് ആണോ നമ്മൾ പറയുന്നത്? ഹോൾസെയിൽ റേറ്റ്. റീറ്റെയിൽ ആണ് പ്രൈസ്. ഹോൾസെയിൽ റേറ്റ് ആണ്. നമ്മൾ റീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ മിനിമം എത്ര എങ്ങനെ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടല്ലോ? ഒരു ഫോം ഷീറ്റ് ഇപ്പൊ റോൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ 10 റോള് അങ്ങനെ നിങ്ങൾ എടുക്കേണ്ടി വരും. റീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ. ഹോൾസെയിൽ ആണെങ്കിൽ കുറച്ചുകൂടി ബൾക്ക് എടുക്കാം. ആ ഒരു ഈ ഒരു നമ്മളിപ്പോ അറിയുന്ന ഒരു പ്രൈസിന് കിട്ടും അല്ലേ? ഓക്കെ. കണ്ടോ, ഈ ഒരു ഹാർഡാണ് വരുന്നത്. പിന്നെ സീലിങ്ങിനൊക്കെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ആണല്ലോ അല്ലേ? അതെ, സീലിംഗിന്റെ പ്രോഡക്റ്റുകളുണ്ട്. സീലിംഗ് PVC ആണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ ശരിക്കും PVC വരുന്ന ഐറ്റംസ് ആണ് അല്ലേ? അതെ, ഇതൊക്കെ PVC ആണ്. ഈ ഡിസൈൻസ് അടിപൊളി. ഇതൊക്കെ കണ്ടില്ലേ, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇതൊരൈറ്റാണ്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ്. ഇതൊക്കെ സീലിംഗിന് യൂസ് ചെയ്യുന്നതാണ് അല്ലേ? ഇതൊക്കെ സീലിംഗ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സ്ക്വയർ ഫീറ്റ് 99 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വെറും 99 റുപ്പീസിൽ ഇതാ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല കിഡിലൻ സീലിംഗ് ഐറ്റംസ് ഇതാ കണ്ടോ. PVC വരുന്ന ഐറ്റമാണ്. ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളിതാ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ ഐറ്റംസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്ത ഇതാണ് കണ്ടോ. നമ്മളിപ്പോൾ കണ്ട ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തതാണ് കണ്ടോ. ഇത് മൊത്തം PVC വരുന്നതായിട്ടാണ്. പല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. 99 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. 99, 130. ഓരോ ഡിസൈൻസിനും നിങ്ങൾക്ക് ഒരു റേറ്റ് ചെയ്യാം. ഡിസൈൻസ് അനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻസ് വരും. ഓക്കെ. ഇത് കണ്ടോ, ഇതൊക്കെ ആ ഒരു PVC കുറച്ചുകൂടി ഹാർഡാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂണീക്ക് ഡിസൈൻസ്. അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണ് കാണാൻ പോകുന്നത്? ഈ സീലിംഗ് കണ്ടത് തന്നെ നിങ്ങൾക്ക് ഇത് ഫുള്ളും സീലിംഗിനാണ്. ഇതിൽ തന്നെ PVC നിങ്ങൾക്ക് ചുമരിൽ ഓട്ടുന്നതുമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ PVC തന്നെ ചുമരിൽ ഒട്ടിക്കുന്നുണ്ട്. അത് ശരി. വാൾ സീലിംഗ് ടൈൽസ്. അടിപൊളി. ഇത് കണ്ടോ, ഇതൊക്കെ വാളിന് ഉപയോഗിക്കുന്ന ടൈൽസ് ആണ് അല്ലേ? ടൈൽസ് എന്ന് പറയാൻ പറ്റില്ല, PVC. മുകളിലത്തെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾ ഉണ്ടാവും. അത് കണ്ടോ, ഇതൊക്കെ നമുക്ക് വാളിൽ ചെയ്യാൻ പറ്റും. ഇത് സ്ക്രൂ ചെയ്യുന്നതാണോ? സ്ക്രൂവും ചെയ്യാം. നിങ്ങൾക്ക് മറ്റേ ഹീടെക്സ് ഗം ഉണ്ടാവും. ഗമ്മിലും ചെയ്യാൻ പറ്റും, സ്ക്രൂവിലും ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് 99-100 റുപ്പീസ് അങ്ങനത്തെ റേറ്റ് ചെയ്തിട്ടുണ്ടാവും. 99 ആണ് അല്ലേ? ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മറ്റേ മാർബിൾ നിങ്ങൾ നോക്കിയില്ല, നമ്മൾ നേരത്തെ ഇവിടെ കണ്ട ഷീറ്റ്. ഷീറ്റ് അതേ തന്നെ ഇതും. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റേ ഇങ്ങനത്തെ കബോർഡിലും നിങ്ങൾ ലേ ചെയ്ത് വെക്കാം. അടിപൊളി. ഇത് കണ്ടോ, ഇതാ ഇത്ര തിക്നെസ് വരുന്നുണ്ടല്ലേ ഇതിന്? അതെ,
ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഐറ്റം ആണ്. അതെ. നമുക്കിതാ ഇത്തരത്തിലുള്ള കബോർഡിലും ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതൊക്കെ ഫോം ടൈപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുമില്ല, പിന്നെ ഇങ്ങനെ ലേബിൾ ഉണ്ടാവും, അത് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് പ്ലൈവുഡ് ആണ്. പ്ലൈവുഡിൽ നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ജസ്റ്റ് അത് റിമൂവ് ചെയ്യാൻ ഒട്ടിക്കുക അല്ലേ? ഒട്ടിക്കുക, അത്ര നമുക്ക് സ്വയം തന്നെ ചെയ്യാൻ പറ്റും. അതെ, എല്ലാം സെൽഫ് അഡ്ജസ്റ്റീവ് ആണ്. ജസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് നിങ്ങൾ അത് ഒട്ടിക്കുക. ഇതിൽ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്ത് പോക്കാനൊക്കെ പറ്റും. ഡ്രൈ ക്ലോത്ത് വെച്ച് നിങ്ങൾ തുടച്ചെടുത്താലും മതി. തുടച്ചെടുത്താൻ പറ്റി. ഫുൾ ആൻഡ് ഫുൾ ഇന്റീരിയർ മാത്രമേ ഉള്ളൂ, എക്സ്റ്റീരിയർ സെറ്റ് ആവില്ല. ഓക്കെ ഓക്കെ. വെള്ളം അധികം കൊള്ളാനും പാടില്ല, അങ്ങനത്തെ അറിയാമല്ലോ. അതിനെപ്പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്താൽ മതി, അതിനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പില്ലേഴ്സിലും നിങ്ങൾ അളവെടുത്തിട്ട് നിങ്ങൾ അത് കട്ട് ചെയ്ത് കൂടി നിങ്ങൾ ഒട്ടിക്കുക. ഇതൊക്കെ നമ്മൾ തന്നെ അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു സെയിം ഐറ്റംസ് ആണ്. പിന്നെ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഡിസൈൻസ് ആണ്, കണ്ടില്ലേ? അടിപൊളി ഐറ്റം ആണ്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഈ വീഡിയോയിൽ എല്ലാ ഡിസൈൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതെ അതെ. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു വെച്ചാൽ നമുക്ക് ഇതിന്റെ ഡിസൈൻസ്, അതിന്റെ പ്രൈസ് ഒക്കെ നമ്മൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും. അതെ അതെ. ഇത് വേറെ ഐറ്റം ആണ്, കണ്ടില്ലേ? സൂപ്പർ ഡിസൈൻസ്, കണ്ടില്ലേ? പിന്നെ ഇതൊക്കെ നമുക്ക് വാഷ് ബേസിന്റെ അടുത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഇതൊക്കെ ഫോം അല്ലേ? അത് ഫോം അല്ല, നിങ്ങൾക്ക് കിച്ചണിൽ ഒട്ടാൻ വേണ്ടി വരും. ഓ, ഇതാണ് ഐറ്റം. ഇത് എപ്പോക്സി PU കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓ, അത് ശരി. ഇത് കണ്ടോ? കിച്ചണിൽ ഒട്ടാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാം. ഓ, ഇതൊക്കെ നല്ല ഡിസൈൻസ് ആണല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് സോസ് എന്തെങ്കിലും കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. സ്റ്റൗ ഏരിയ മാത്രം ഇത് നിങ്ങൾ ലേ ചെയ്താൽ മതി. സ്റ്റൗ ഏരിയയിൽ മാത്രം. ഫയറിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഫയർ റെസിസ്റ്റൻസ് ഇതുണ്ടാവും. ഇത് അതേ ഇതിൽ തന്നെ നിങ്ങൾക്ക് വാൾ പേപ്പർ ടൈപ്പിൽ വരും. നിങ്ങളുടെ വാൾ പേപ്പേഴ്സിൽ തന്നെ നിങ്ങൾക്ക് കിച്ചണിൽ ഒട്ടാൻ വേണ്ടിയിട്ട് മറ്റേ സ്ലാബ് അതിൽ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം. ഇതൊക്കെ നല്ല ഐറ്റം ആണ്. സൂപ്പർ അടിപൊളി ഐറ്റം ആണല്ലോ. അപ്പം ഇത്രയാണ് നമ്മളുടെ പ്രോഡക്റ്റുകൾ. ഇതിനടുത്ത് നിങ്ങൾക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാവും. അതൊന്ന് കാണിച്ചേ. ഇതാണ് ഐറ്റം. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് 65 റുപ്പീസ് അങ്ങനത്തെ വരും. 65 റുപ്പീസിൽ വരുന്നത് സ്ക്വയർ ഫീറ്റ് ആണ്. ഷീറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 158 അങ്ങനത്തെ റേറ്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പ്ലാസ്റ്റിക്സ് അല്ലേ? പ്ലാസ്റ്റിക്സ്. ഓക്കെ ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വാഷബിൾ ആണ്. നിങ്ങൾ റിമൂവ് ചെയ്ത് വാഷബിൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ബാൽക്കണി ആ ഏരിയയിൽ നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. ചെറിയ ഡെക്കറേഷന് കൊടുത്ത് കോട്ടിയാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇതിൽ തന്നെ നിറയെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ഡിസൈൻസ് ആണ്. അപ്പൊ ശരി, നമ്മളുടെ വ്യൂവേഴ്സോ കോൺടാക്ട് ചെയ്താൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ പോയിട്ട് വരാം. ബൈ. താങ്ക് യു.